ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് മനസ്സിൻ്റെ പ്രസന്നതയെക്കുറിച്ച്, അതായത് മനഃപ്രസാദത്തെക്കുറിച്ച് ഒന്ന് പറയാം. അടുത്ത കാലത്തായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു അമൂല്യ സമ്പത്താണ് പ്രസന്നത. മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കം വാക്കുകളിൽ ഗൗരവവും പ്രവൃത്തിയിൽ പാരുഷ്യവും ഉണ്ടാക്കുന്നു. മനസ്സിൻ്റെ ഈ പിരിമുറുക്കം ബുദ്ധിക്കു കൂടി സ്ഥിരതയില്ലാതെ ആക്കുന്നു. അങ്ങനെ ആകെ ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നും. ഇതിന് ഒരേ ഒരു പ്രതിവിധി പ്രസന്നത തന്നെയാണ്. നമുക്കറിയാം, ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകം, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശോ ബുദ്ധിപര്യവതിഷ്ഠതേ. പ്രസന്നതയിൽ സർവ്വദുഃഖങ്ങളും ശമിക്കുന്നു. പ്രസന്നത ഉള്ളവൻ്റെ ബുദ്ധി സ്ഥിരതയും ഉറപ്പും ഉള്ളതായി തീരുന്നു. മനുഷ്യന് ജന്മസിദ്ധമായി കിട്ടിയ ഒന്നാണ് പ്രസന്നത. നമുക്ക് ശിശുക്കളെ നോക്കിയാൽ കാണാം, അവരുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയാണ്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സും പ്രസന്നമാകും. നമുക്കും അത് സാധിക്കും. ആരെ കാണുമ്പോഴും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചാൽ അവർക്ക് കൂടി ആ പ്രസന്നത വ്യാപിക്കും. സർവ്വദുഃഖങ്ങളും നശിക്കുകയും ചെയ്യും. ഒട്ടുമിക്ക ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രോഗപീഠകളും ദാരിദ്ര്യവും കൊണ്ട് വലയുമ്പോൾ എങ്ങനെ പ്രസന്നതയായിട്ടിരിക്കും എന്ന് പലരും ചിന്തിക്കാം. ഇപ്പോൾ നാം അനുഭവിക്കുന്നത് എല്ലാം പണ്ട് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. അത് അനുഭവിക്കാതെ സാധ്യമല്ല. ഇതോടെ കർമ്മഭാരം തീരുകയാണ്. അതുകൊണ്ട് ആ ഒരു കടം തീർന്നു കിട്ടുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് കൂടുതൽ കർമ്മബന്ധമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ്. ഈ വരുന്ന ദുഃഖങ്ങളെ ഇങ്ങനെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും, പ്രസന്നത വരും, മുഖത്ത് ചെറിയ പുഞ്ചിരിയും താനെ വരും. ഒപ്പം ബുദ്ധിക്ക് സ്ഥിരതയും ശക്തിയും ലഭിക്കും. ഈ ഒരു മനോഭാവത്തോടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ അതിന് എല്ലാവിധ ശുഭഫലങ്ങളും ഉണ്ടാകും.